പൗരോഹിത്യത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുമ്പോൾ 25 കുടുംബങ്ങൾക്കെങ്കിലും ഒരു വീട് നിർമ്മിച്ച് നൽകണം. ഒരു വലിയ ആഗ്രഹമായിരുന്നു. 86 എൻ്റെ വൈദിക പട്ടം. 2011 ജൂബിലി വർഷമാണ്. ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ ജൂബിലി ആഘോഷിക്കണമെന്നൊക്കെയുള്ള വലിയ നിർബന്ധമൊക്കെ ഉണ്ടായപ്പോൾ ആഘോഷം നമുക്ക് ഈ 25 കുടുംബങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാം എന്ന ഒരു വിശുദ്ധ കുർബാന ഒരുമിച്ച് ചൊല്ലി അതോടുകൂടി ഞങ്ങൾ ആ പരിപാടികൾ അങ്ങനെ ആ തലത്തിലേത് അവസാനിപ്പിക്കുകയായിരുന്നു. 25 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിച്ച് എൻ്റെ സ്നേഹിതരോടും കുടുംബാംഗങ്ങളോടും ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള യൂറോപ്പിലെയൊക്കെ ഇടവകളിലുമൊക്കെ ആ ബന്ധമുള്ളവരൊക്കെ നൽകിയ സാമ്പത്തിക സഹായം അനുസരിച്ചൊക്കെ 25 കുടുംബങ്ങൾക്ക് വീട് ആരംഭിച്ചു. 36 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. വലിയൊരു സംതൃപ്തിയുടെ നിമിഷമായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാർ എന്നോട് പറഞ്ഞു, ആ പദ്ധതി അങ്ങനെ നിർത്തണ്ട, അത് തുടരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 40-ാം വർഷത്തിൽ ഇന്ന് എത്തിയിരിക്കുമ്പോൾ കൃത്യം 40 വർഷമാകുന്നു. 2332 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നൽകുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അതിൻ്റെ അർത്ഥം അവർക്കെല്ലാം ഒരു വീടിനാവശ്യമായ മുഴുവൻ തുക കൊടുത്തു എന്നല്ല. അവരെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ വലിയൊരു നമ്പറാണ് തീർച്ചയായിട്ടും. അപ്പം അത് ഒരു വലിയ സംതൃപ്തിയുടെ എനിക്കതൊരു ഇപ്പോഴും പള്ളി കുദാശ ചെയ്യുന്നത് പോലെയും ഒരു പ്രത്യേക അഭിഷേക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് പോലെയുമുള്ള ഒരു ആത്മാവിൻ്റെ അനുഭവമാണ്. ഓരോ വീടും അവരെ കയറി താമസിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം. പുനരേക്ക ശതാബ്ദിയോടുകൂടി മേജർ അതിരൂപതയിലെ ഭവനമില്ലാത്തവരായി ആരും അവശേഷിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി. ഇനി ഏതാണ്ട് 180ഓളം കുടുംബങ്ങൾക്ക് കൂടി വീട് കൊടുത്താൽ നമ്മുടെ കണക്കനുസരിച്ച്, ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് പൂർത്തിയാകും. മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ ഒരു ഘട്ടത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന നെടുവീർപ്പുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് രൂപപ്പെട്ട് ധന്യൻ മാറിവാനിയോസ് പിതാവ് എല്ലാം ദൈവം നടത്തിക്കൊള്ളും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങിയ ഒരു സഭാ ജീവിതക്രമത്തിൽ ഈ സഭയുടെ അധ്യക്ഷനെ 2012 പരിശുദ്ധനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുമേനി മാർപ്പാപ്പായുടെ ആലോചന സംഘത്തിലെ കർദിനാൾ സംഘത്തിലെ ഒരാളായി നിയമിക്കുന്നതിന് മനസ്സായി ഔദാര്യം കാട്ടി സഭാബന്ധത്തിൻ്റെ ഔന്നത്യം നൽകി എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. വ്യക്തിപരമായി തീർച്ചയായും എനിക്ക് ഉള്ള ഒരു അംഗീകാരം എനിക്ക് എന്നത് നിഷേധിക്കുന്നില്ല. പക്ഷെ വ്യക്തിപരമായി എനിക്ക് ലഭിച്ച ഒരു അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ കരം പിടിച്ചു നടക്കാൻ ശ്രമിച്ച ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മേൽ സ്വർഗം ചൊരിഞ്ഞ ഒരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. ഇറ്റ്സ് എ ഗ്ലോറിഫൈഡ് മൊമെൻ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നന്ദി ആദ്യം ഞാൻ പറയുന്നത് അതിന് പുണ്യപിതാവ് മാറിവാനിയോസ് പിതാവിനോടാണ്. പാവപ്പെട്ടവർക്ക്, സ്വന്തമായി മേൽവിലാസമില്ലാതെ ജീവിക്കുന്നവർക്ക് മേൽവിലാസം എഴുതി വയ്ക്കുവാൻ ഒരു വീട് എന്നത് ഈ 2332 കുടുംബങ്ങളിൽ അവരുടെ പേരുകൾ എഴുതി വയ്ക്കുമ്പോൾ ആ പേരിൽ ഞാൻ ദൈവസ്നേഹത്തിൻ്റെ ഒരു നല്ല അലിവ് കാണുന്നു.